നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നമ്മൾ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് അതേ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ടെൻസസും പഠിക്കുന്നത്. സോ ആ ട്രിക്കാണ് ടൈം ലൈൻ. ഇതൊരു ലൈനാണ് വിച്ച് റെപ്രസെന്റ് ടൈം. ഈ ടൈം ലൈനിനെ മൂന്നായി ഡിവൈഡ് ചെയ്തു. പാസ്റ്റ് ടൈം, കഴിഞ്ഞുപോയ സമയം, കംപ്ലീറ്റഡ് ടൈം. നെക്സ്റ്റ് പ്രസന്റ് ടൈം, ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയം, ഓൺ ഗോയിങ് ടൈം. നെക്സ്റ്റ് ഫ്യൂച്ചർ ടൈം, വരാൻ പോകുന്ന സമയം, നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്കിവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ടൈം ലൈനിനെ കുറിച്ചുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ടെൻസസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ആക്ഷൻ എപ്പോൾ സംഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. പാസ്റ്റ് ടൈമിലാണോ, പ്രസന്റ് ടൈമിലാണോ, ഫ്യൂച്ചർ ടൈമിലാണോ സംഭവിക്കുന്നത്? രണ്ടാമത്തെ ഉപയോഗമാണ് ആക്ഷന്റെ അവസ്ഥ അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ. സ്വഭാവമോ എന്ന് വെച്ചാൽ യെസ്, ആക്ഷൻ ഓൺഗോയിങ് ആണോ, ടെമ്പററി ആണോ, റിപ്പീറ്റഡ് ആണോ, കംപ്ലീറ്റഡ് ആണോ എന്നിങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയും കൂടിയാണ് ടെൻസസ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്താലോ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആക്ഷന്റെ സ്വഭാവം എപ്പോൾ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ പാസ്റ്റ് ടൈമിലും പ്രസന്റ് ടൈമിലും ഫ്യൂച്ചർ ടൈമിലും ആക്ഷൻ സംഭവിക്കുന്നു. ഈ ഡെയിലി ഹാബിറ്റ്സ്, റൂട്ടീൻ, ഷെഡ്യൂൾ, ഫാക്ട്, പെർമനന്റ് സിറ്റുവേഷൻ, ഫ്രീക്വൻസി ഇതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. ഇവിടെ ആക്ഷന്റെ സ്വഭാവം എങ്ങനെയാണ്? പതിവായി അല്ലെങ്കിൽ ആവർത്തിച്ചു സംഭവിക്കുന്ന ആക്ഷനെ പറ്റിയാണ് പറയാം. പിന്നെ സംതിങ് ദാറ്റ് ഈസ് ജനറലി ട്രൂ ഓർ പെർമനന്റ്, ദാറ്റ് മീൻസ് പൊതുവേ സത്യമായതോ സ്ഥിരമായതോ ആയ കാര്യങ്ങൾ പറയാം. നമുക്ക് വൺ ബൈ വൺ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസും അതിന്റെ എക്സാമ്പിളും നോക്കിയാലോ? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആദ്യത്തെ യൂസ് ആണ് റൂട്ടീൻ. അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. എപ്പോഴും സംഭവിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ റൂട്ടീൻ എന്ന് പറയാം. സോ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹി സ്റ്റഡീസ് ഫ്രം 7 PM to 9 PM. അവൻ എപ്പോഴും 7 മണി തൊട്ട് 9 മണി വരെ പഠിക്കും. നെക്സ്റ്റ് യൂസ് ആണ് ഹാബിറ്റ്. എക്സാമ്പിൾ, ഐ ഈറ്റ് റൈസ്. നമ്മൾ മലയാളികളുടെ ഹാബിറ്റ് ആണ് ചോറ് കഴിക്കുക, അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഹാബിറ്റ്സ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷി ഡ്രിങ്ക്സ് കോഫി എവറി മോർണിംഗ്. അവൾ എന്നും കോഫിയാണ് കുടിക്കുക. അത് ഹാബിറ്റായി മാറി. നെക്സ്റ്റ് യൂസ് ആണ് പെർമനന്റ് സിറ്റുവേഷൻസ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഇത് ഒരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ജോലി മാറ്റുന്നില്ലല്ലോ, റൈറ്റ്? ദിസ് ഈസ് യുവർ പെർമനന്റ് ജോബ്. ഇതാണ് നിങ്ങൾക്ക് എപ്പോഴുമുള്ള ജോലി. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ലിവ്സ് ഇൻ കേരള. അതായത് നമ്മളുടെ ജന്മനാടാണ്, അല്ലേ? നമ്മൾ എവിടെ പോയാലും, വർക്കിന് വേണ്ടി എവിടെ പോയാലും നമ്മൾ തിരിച്ചു വന്ന് താമസിക്കുന്നത് നമ്മൾ കേരളത്തിലാണ്. ഓക്കെ, ഇതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. നമ്മൾ എവിടെ പോയാലും, ജോലിക്ക് ആവശ്യമാണോ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ കൂടിയും നമ്മൾ തിരിച്ചു വന്ന് താമസിക്കുന്ന പ്ലേസ് ആണ് നമ്മളുടെ പെർമനന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. നെക്സ്റ്റ് യൂസ് ആണ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിൾസ്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. എക്സാമ്പിൾ, ദി ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് 7 PM. ഫ്ലൈറ്റ് എന്നും പുറപ്പെടുന്നത് 7 മണിക്കാണ്. ഇതൊരു ഷെഡ്യൂളാണ്, അല്ലേ? അപ്പോൾ എന്നും എപ്പോഴും ഫ്ലൈറ്റ് വിടുന്നത് 7 മണിക്കാണ്. സോ ഷെഡ്യൂളൊക്കെ നമുക്ക് എന്തിൽ പറയാം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ദി ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. ക്ലാസ് എപ്പോഴും തുടങ്ങുന്നത് 9 മണിക്കാണ്. നെക്സ്റ്റ് യൂസ് ആണ് ജനറൽ ട്രൂത്ത് ഓഫ് ഫാക്ട്. ദാറ്റ് മീൻസ് പൊതുവേ സത്യമായതോ സ്ഥിരമായതോ ആയ കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. എക്സാമ്പിൾ നോക്കാം. ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൺ എപ്പോഴും ഉദിക്കുന്നത് ഈസ്റ്റിലാണ്.
ഇതൊരു പൊതുവായ സത്യമാണ്. എല്ലാ കാലത്തും സണ്ണ് എവിടെയാ ഉദിക്കുന്നത്? ഈസ്റ്റിലാണ്. സോ ഇതുപോലത്തെ എന്നും ട്രൂ ആയ കാര്യം നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, വാട്ടർ ബോയിൽസ് അറ്റ് 100°C. എന്നും വെള്ളം തിളയ്ക്കുന്നത് 100°C. അപ്പോൾ എന്നും സത്യമായ കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. നെക്സ്റ്റ് യൂസ് ആണ് ഫ്രീക്വൻസി. ഒരു പ്രവൃത്തി എത്ര തവണ സംഭവിക്കുന്നു എന്നതാണ് ഫ്രീക്വൻസി എന്നതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ നോക്കാം. ഷി ഓൾവേസ് മേക്സ് നോയ്സ്. അവൾ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഓഫൺ കംസ് ലേറ്റ്. അവൻ പലപ്പോഴും വരുന്നത് ലേറ്റ് ആയിട്ടാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ നെവർ മേക്ക് നോയ്സ്. ഞാൻ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കാറില്ല. ഇവിടെ ആക്ഷൻ ആവർത്തിച്ച് സംഭവിക്കുന്നു, എന്നാൽ ഫ്രീക്വൻസി ആക്ഷൻ എത്ര തവണ സംഭവിക്കുന്നു എന്നതിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ആക്ഷൻ പറയുന്ന സമയത്ത് ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, നെവർ, റെയർലി ഇങ്ങനെ ഫ്രീക്വൻസി വെച്ച് പറയുന്നുണ്ടെങ്കിൽ, എത്ര തവണ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇനി സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് ഐ, യു, ദേ, വി വരുന്ന സമയത്ത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ വർക്ക്, യു വർക്ക്, ദേ വർക്ക്, വി വർക്ക്. ഇവിടെ സബ്ജക്റ്റ് ഐ, യു, ദേ, വി വന്നപ്പോൾ വേർബിൻ്റെ എന്താണ് വന്നത്? ഫസ്റ്റ് ഫോം. ഇനി സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്. ഇനി എന്തെങ്കിലും നൗൺ വന്നാൽ, നെയിം ഓഫ് സംതിങ് അങ്ങനെ വന്നാൽ സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ കൂടെ ഫസ്റ്റ് ഫോം ഓഫ് വേർബിൻ്റെ കൂടെ ഇഎസ് ഓർ എസ് കൂടി ചേർക്കും. എക്സാമ്പിൾ നോക്കാം. ഷി വർക്ക്സ്, ഹി വർക്ക്സ്, ഇറ്റ് വർക്ക്സ്, ശ്രുതി വർക്ക്സ്. ഇവിടെ കണ്ടോ, വേർബിൻ്റെ കൂടെ എസ്സും കൂടി ചേർത്തു. ഇനി എപ്പോഴാ ഇ എസ് ചേർക്കുന്നത് നോക്കാം. വേർബ് എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ്, ഓ എന്നിങ്ങനെയൊക്കെ എൻഡ് ചെയ്താൽ നമ്മൾ ഇ എസ് ചേർക്കും. എക്സാമ്പിൾ നോക്കാം. പാസ്, പാസസ് ഔട്ട്. വാഷ്, വാഷസ് ഔട്ട്. വാച്ച്, വാച്ചസ്. ഫിക്സ്, ഫിക്സസ്. ഗോ, ഗോസ്. സോ സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ്, നെയിം ഓഫ് സംതിങ് വന്നാൽ നമ്മൾ ഇ എസ് കൂടി ചേർക്കും. ഷീ ഗോസ്, ഹി ഗോസ്, ഇറ്റ് ഗോസ്, ശ്രുതി ഗോസ്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാം ടു ദി സ്കൂൾ, ടു ദി ഹോസ്പിറ്റൽ എക്സെട്ര. ഇനി നമുക്ക് ഫൈനൽ പാർട്ടിലേക്ക് പോയാലോ. ഞാൻ ബോർഡിനെ 3 സെക്ഷനായി ഡിവൈഡ് ചെയ്തു. ഫോർ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് ആൻഡ് ഫോർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതുവരെ പോസിറ്റീവ് സെൻറ്റൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഐ വർക്ക്, യു വർക്ക്, ദേ വർക്ക്, വി വർക്ക്, ഹി വർക്ക്സ്, ഷീ വർക്ക്സ്, ഇറ്റ് വർക്ക്സ് അല്ലേ. ഇതുവരെ നമ്മൾ പോസിറ്റീവ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസും ക്വസ്റ്റ്യൻ ഫോമും കൂടി നോക്കാം. നെഗറ്റീവിൽ നമുക്ക് ഇല്ല എന്ന് പറയണം. അതിന് നമ്മൾ നോട്ട് ഉപയോഗിക്കും. അതും കൂടാതെ ഒരു ഹെൽപ്പിംഗ് വേർബ് കൂടെ ചേർത്തിട്ടായിരിക്കും പറയുന്നത്. ഐ ഡു നോട്ട് വർക്ക്. ഡു പ്ലസ് നോട്ട്, എന്നെ ഷോർട്ടാക്കിയിട്ട് ഡോണ്ട്. സോ ഐ ഡോണ്ട് വർക്ക്, യു ഡോണ്ട് വർക്ക്, they don't work, we don't work. ഇനി ഷീ, ഹി, ഇറ്റ് വരുമ്പോൾ ഡസ് ആണ് ചേർക്കുന്നത്, അല്ലാതെ ഡു അല്ല. പിന്നെ വർക്ക് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അവിടെ എസ്, ഇ എസ് ഒന്നും ചേർക്കുന്നില്ല നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ. നമുക്ക് നോക്കാം. ഷി ഡസിൻ വർക്ക്, ഹി ഡസിൻ വർക്ക്, ഇറ്റ് ഡസിൻ വർക്ക്. ഡസ് പ്ലസ് നോട്ട് ആണ് ഡസിൻറ്റ്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോം നോക്കാം. നേരത്തെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഹെൽപ്പിംഗ് വേർബ് നമ്മൾ നടുക്കാണ് ഉപയോഗിച്ചത്. ഇനി ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. ഡു ഐ വർക്ക്, ഡു യു വർക്ക്, ഡു ദേ വർക്ക്, ഡു വി വർക്ക്. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ആണ് ഹെൽപ്പിംഗ് വേർബ് വരുന്നത്. സബ്ജക്റ്റ് ഐ, യു, ദേ, വി വരുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് ഡു വരും. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് വരുമ്പോൾ ഡസ് വരും. ഡസ് ഷീ വർക്ക്, ഡസ് ഹി വർക്ക്, ഡസ് ഇറ്റ് വർക്ക്. ഇവിടെ കണ്ടോ, നമ്മൾ എസ് ചേർക്കുന്നില്ല. ഇവിടെ നമ്മൾ
ക്വസ്റ്റ്യൻ ഫോമിലും നെഗറ്റീവ് ഫോമിലും എസ് ചേർക്കുന്നില്ല, അല്ലെങ്കിൽ ഇ എസ് ചേർക്കില്ല. എപ്പോൾ മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്? പോസിറ്റീവായി പറയുമ്പോൾ മാത്രമാണ് എസ് ചേർക്കുന്നത് വേർബിൻ്റെ കൂടെ. ഇനി നമുക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വേർഡായ വേർ അത് ചേർക്കാം. അത് ഫസ്റ്റാണ് ചേർക്കേണ്ടത്. അതിൻ്റെ ഒപ്പരം ഡു ചേർക്കണം. ഓക്കെ, അത് മറക്കാൻ പാടില്ല. നമ്മൾ അധികം മലയാളികൾ വേർ യു വർക്ക് അങ്ങനെയാണ് പറയാറ്. ക്വസ്റ്റ്യനിൽ ഡു ഡസ് അതൊന്നും ചേർക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, അധികം കേട്ടിട്ടില്ല. സോ ഇനി മുതൽ എങ്ങനെയാ പറയണ്ടേ? വേർ ഡു യു വർക്ക്, വേർ ഡസ് ഷീ വർക്ക്. ഷീ വരുമ്പോൾ എന്താ വരണ്ടേ? ഡസ്. ഹി ഇറ്റ് വരുമ്പോൾ ഡസ് ആണ് വരേണ്ടത്. ഓക്കെ, ഇനി എന്താണ് വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് വാട്ട് ചേർക്കാം ഫസ്റ്റ്. വാട്ട് ഡു യു വർക്ക്, വാട്ട് ഡസ് ഷീ വർക്ക്. സോ നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്കറിയില്ല, നമ്മൾ തമ്മിൽ കാണാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായമൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം എങ്ങനെയാണ് ക്ലാസ് ഉണ്ടായത്, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ, അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഒരു കൊച്ചു സന്തോഷം പങ്കിടാനുണ്ട്. എൻ്റേതൊരു പുതിയ ചാനലാണ്. 8 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് വീഡിയോ കണ്ട് കുറച്ചു പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ 5 മെമ്പേഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ബാക്കിയുള്ളവർ എവിടെയെന്നോ ക്ലാസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അവരോട് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാത്തവരോട് പറയാനുള്ളത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം. കാരണം എൻ്റേതൊരു പുതിയ ചാനലാണ്. ഞാനിപ്പോൾ ടെസ്റ്റിംഗ് പീരീഡിലാണ്. യൂട്യൂബ് എന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, ഇപ്പോൾ ഒരുപാട് കണ്ടൻറ്റ് യൂട്യൂബിൽ വരുന്നുണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉള്ളവരുമുണ്ട്. അവരുടെ വീഡിയോസാണ് ഫസ്റ്റ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുക. പിന്നീടാണ് പുതിയ ചാനലിൻ്റെ വീഡിയോസ് യൂട്യൂബ് ആൾക്കാരിലേക്ക് എത്തിക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എപ്പോഴെങ്കിലും ബിസി ആവാം. അവർ ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ക്ലാസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അവൾ പിന്നീട് കാണാം എന്ന് ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും. ലൈഫല്ലേ, നമ്മൾ ബിസിയാവും. അപ്പോൾ ഇങ്ങനെ സ്കിപ്പാവും തോറും റെക്കമെൻഡേഷൻ ഓട്ടോമാറ്റിക് കുറഞ്ഞുകൊണ്ട് വരും. എത്ര നല്ല വീഡിയോ ഇട്ടാലും വ്യൂസ് കുറഞ്ഞാൽ യൂട്യൂബ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്.